എല്ലാവർക്കും ട്രേഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ്മെന്റ്സും ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും എല്ലാം ഉണ്ട്. എന്നാൽ ഒരു ഫാമിലി ലൈഫിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു മികച്ച ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ മികച്ച ഒരു ചൈൽഡ് പ്ലാൻ എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് ഓരോ വർഷവും കുട്ടികളെ പഠിപ്പിക്കാനുള്ള ചെലവ് വലിയ രീതിയിലാണ് ഉയർന്നു വരുന്നത്. നോർമൽ ഇൻഫ്ലേഷൻ 6% 7% ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലെ ഇൻഫ്ലേഷൻ ഏകദേശം 16 മുതൽ 20% വരെയാണ്. നമുക്ക് എഞ്ചിനീയറിംഗിന് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏകദേശം 3 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ചിലവാകുമെങ്കിൽ ഒരു 10 വർഷമോ 15 വർഷമോ കഴിയുമ്പോൾ 10 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയും കേരളത്തിൽ ചിലവാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മറ്റു കോഴ്സിന്റെ കാര്യം നമുക്ക് പറയേണ്ടതില്ലല്ലോ. വിദേശത്തേക്കോ യൂറോപ്പിലോട്ടോ ഒരു മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിലവ് വരുന്നത് 20 ലക്ഷവും 25 ലക്ഷവും 40 ലക്ഷവും ഒക്കെയാണ്. അപ്പോൾ ഉറപ്പാണ് നമുക്ക് ഒരു മികച്ച ചൈൽഡ് പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകുന്നത് വളരെ മികച്ച ഒരു ചൈൽഡ് പ്ലാനെ കുറിച്ചിട്ടാണ്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ്ടോക്സ്. കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താണ്? എഡ്യൂക്കേഷൻ ലോണാണ്. എഡ്യൂക്കേഷൻ ലോൺ എടുത്താലുള്ള പ്രോബ്ലം എന്താണ്? ഉറപ്പാണ് എഡ്യൂക്കേഷൻ ലോണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് തന്നെയാണ് നമ്മൾ മികച്ച എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. എന്നാൽ എഡ്യൂക്കേഷൻ ലോൺ ആ കുട്ടി പിന്നീട് വരുന്ന 10-15 വർഷം ഉറപ്പാണ് ലോൺ അടയ്ക്കേണ്ടി വരും. വിദേശത്തേക്ക് പോകുന്ന പല ആളുകളും നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ്. കാരണം വിദേശത്ത് പോയിട്ട് ബേസിക് ലേബർ ജോലീസ് പോലും അവർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു കരിയർ ചേഞ്ച് പോലും നോക്കാൻ സാധിക്കാതിരിക്കുന്നത് അവരുടെ ലോൺ കൃത്യമായിട്ട് അടയ്ക്കണമല്ലോ എന്നുള്ള ഒരു വലിയ തലവേദന കൊണ്ടാണ്. എന്നാൽ ഇതിൽ നിന്ന് ആ കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പാരൻസ് ഇപ്പോഴേ പ്ലാൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നടക്കും. എല്ലാ വർഷവും ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി സേവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതും ഒരു മികച്ച രീതിയിൽ സേവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ഭാവി പകുതി സേഫായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ നമുക്ക് കറന്റ് അവൈലബിൾ ഉള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് കുട്ടികളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇടാം, അല്ലെങ്കിൽ ഒരു മികച്ച ഇൻഷുറൻസ് പോളിസി എടുക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ കുട്ടിയുടെ കാര്യമാണ്, നമുക്ക് അവിടെ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു 20 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 18 വർഷം കഴിഞ്ഞ് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് റിട്ടേൺ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെയും അവിടെ നിന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്സോ പോസ്റ്റ് ഓഫീസോ ഇൻഷുറൻസ് പോളിസിയോ എടുക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ്? ബാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും നമുക്ക് അവിടെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഏകദേശം നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് നിങ്ങൾക്ക് ആ സമയത്ത് മെച്ചൂർഡായിട്ട് കിട്ടുന്ന ലാഭത്തിന്റെ 10 മുതൽ 30% വരെ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് വരും. 1-2 ഗവൺമെന്റ് സ്കീംസോ LICയുടെ നല്ല പോളിസികളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അല്ല, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ആ സമയത്ത് മികച്ച റിട്ടേൺ കിട്ടിയാലും നിങ്ങൾ ആ സമയത്ത് ഒരു വലിയ ഇൻകം ടാക്സ് എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് ഫ്യൂച്ചർ ജനറാലി എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ വളരെ മികച്ച ഒരു പ്ലാനാണ്. ഈ ഒരു പ്ലാൻ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇവിടെ നിങ്ങൾക്കൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺ നൽകുന്നുണ്ട് ആ ഒരു കമ്പനി എന്നുള്ളത് തന്നെയാണ്. വളരെ മികച്ച ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഏകദേശം 140ഓളം വർഷം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരു വേൾഡിലെ 3ാമത്തെ ഇൻഷുറൻസ് കമ്പനിയാണ് ഫ്യൂച്ചർ ജനറാലി എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ മറ്റ് കമ്പനികളുടെ പ്ലാനുകളുമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ കുട്ടിയുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള 10 വർഷം നിങ്ങൾ ഓരോ ലക്ഷം രൂപ വീതം 10 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ വർഷവും നിങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ 18C പ്രകാരം 31,200 രൂപ വീതം നിങ്ങൾക്ക് ഇൻകം ടാക്സ് സേവറായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 10 വർഷം നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ ഏകദേശം 3,12,000 രൂപയുടെ സേവിങ്സ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്നാൽ 20 വർഷം ഇത് മെച്യൂർഡായിട്ട് 20 വർഷത്തെ പ്ലാനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 20ാമത്തെ വർഷം ഇത് മെച്യൂർഡായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലഭിക്കാനായിട്ട് പോകുന്നത് 10 ലക്ഷം അടച്ച് നിങ്ങൾക്ക് 22,30,000 രൂപയാണ്. 1 രൂപ പോലും നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. സോ നിങ്ങൾ ഒരു മിനിമം ബേസിക് ടാക്സ് സ്ലാബിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഏകദേശം 3,84,000 രൂപയുടെ ടാക്സ് സേവിങ് വരുന്നുണ്ട്. വേറെ ഏത് സേവിങ് സ്കീം നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു ടാക്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഏകദേശം 7 ലക്ഷം രൂപയുടെ അടുത്തുള്ള ടാക്സ് സേവായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഇൻഷുറൻസ് പോളിസി, മ്യൂച്വൽ ഫണ്ടിന് പകരം എന്തുകൊണ്ട് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരു പിതാവ് കുട്ടിയുടെ പഠന ചെലവിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതിയിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി പൈസ അടച്ചു തുടങ്ങി ആദ്യത്തെ വർഷം കഴിഞ്ഞ് ആ കുട്ടിയുടെ പിതാവ് മരിച്ചു പോകുന്നു എന്ന് കരുതുക. പിന്നീട് ആരാണ് ആ മ്യൂച്വൽ ഫണ്ടും അല്ലെങ്കിൽ ആ റെക്കറിംഗ് ഡെപ്പോസിറ്റും ഒക്കെ അടയ്ക്കുന്നത്? എന്നാൽ നമ്മളൊരു ഇൻഷുറൻസ് പോളിസിയിലോട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഫ്യൂച്ചർ ജനാലിയുടെ ഈ ഒരു ഇൻഷുറൻസ് പോളിസിയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിതാവ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ വർഷം പ്രീമിയം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിയുടെ ഭാവി സെക്യൂർ ആയി കഴിഞ്ഞു. ആ പിതാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ 1 lakhന്റെ 10 times എമൗണ്ട് ആ കുട്ടിയുടെ പേരിൽ ആ കമ്പനി നൽകുകയാണ്. നോമിനിക്ക് 10 times, അതായത് ഏകദേശം 10 ലക്ഷം രൂപ നൽകുകയാണ്. പിന്നീട് വരുന്ന ഓരോ വർഷവും 1 രൂപ പോലും ഈ ഒരു ഇൻഷുറൻസിലേക്ക് അവർ അടയ്ക്കാതെ തന്നെ മെച്യൂരിറ്റി പീരീഡിൽ അടച്ച എമൗണ്ടിൻ്റെ, അതായത് ഇവിടെ 22,30,000 രൂപ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് ആ കുട്ടിക്ക് ലഭിക്കുകയാണ്. ആ പിതാവ് സ്വപ്നം കണ്ടതുപോലെ ആ കുട്ടീനെ മികച്ച രീതിയിൽ പഠിപ്പിക്കാൻ ആ ഒരു എമൗണ്ടിൽ അവർക്ക് സാധിക്കും. അവരുടെ ജീവിത നിലവാരത്തിന് യാതൊരു കോട്ടവും തട്ടാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു ഫാമിലിക്ക് സാധിക്കും. ഈ ഒരു പ്ലാനിൽ 20 വർഷം മാത്രമല്ല മെച്യൂരിറ്റി പീരീഡ് ആയിട്ടുള്ളത്. നമുക്ക് 16 വർഷത്തിൻ്റെയോ 18 വർഷത്തിൻ്റെയോ 20 വർഷത്തിൻ്റെയോ പ്ലാനുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന റിട്ടേണിൽ ചെറിയ കുറവുകൾ വരും എന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടിക്ക് 1 വയസ്സാണ് അല്ലെങ്കിൽ LKGയിൽ ചേർത്തിട്ടുള്ളൂ എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു പ്ലാൻ എടുക്കണം. അപ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ഏതൊരു പാരൻറ്റിനും ഈ ഒരു പ്ലാനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മെച്യൂരിറ്റി പീരീഡ് 16 വർഷം മുതൽ 20 വർഷം വരെ നമുക്ക് അവൈലബിൾ ആണ്. മിനിമം മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് 1325 രൂപയാണ് വരുന്നത്. ഇയർലി മിനിമം 15,000 രൂപ മുതലുള്ള പ്ലാനുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, ഇന്നത്തെ കാലത്ത് ഏകദേശം ഒരു 20 ലക്ഷം രൂപയെങ്കിലും പ്ലാൻ ചെയ്തിട്ട് മാത്രമേ മെച്യൂരിറ്റി പീരീഡിൽ 20 ലക്ഷം രൂപ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു സ്റ്റുഡൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു സജഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഉറപ്പാണ് ഇതുപോലുള്ള മികച്ച സ്റ്റുഡൻസ് പ്ലാൻ, കിഡ്സ് പ്ലാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഉള്ളപ്പോൾ ഒരു 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ടോക്സുമായിട്ട് കണക്ട് ചെയ്യാം. ട്രേഡ് ടോക്സ് വളരെ മികച്ച ഒരു ഹെൽപ്പ് ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ മികച്ച ഇതുപോലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് ഇനിയും അറിയണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പാണ് ട്രേഡ് ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.